എൻ്റെ പേര് ബിജോയ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 3 കിടിലനായിട്ടുള്ള, അതായത് ജെനുവിൻ ആയിട്ടുള്ള അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നമുക്ക് അഫിലിയേഷൻ ചെയ്യാൻ പറ്റുന്ന 3 സൈറ്റുകൾ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇന്നൊരു ഗീവ് അവേയും കൂടെ വയ്ക്കുവാണ്. ഗീവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാതെ ഇതിൻ്റെ അകത്തുകൂടെ തന്നെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രം മതിയല്ലോ ഗീവ് അവേ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ പേര് ഗീവ് അവേ എന്ന് പറയുമ്പോൾ വന്നിട്ട് അങ്ങനെ വേണ്ട, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം കിട്ടാൻ കണക്കിനാണ്. അപ്പോൾ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമല്ല, 500 റുപ്പീസ്, അതായത് 500 രൂപയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നു. അതായത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഒരു ചെറിയൊരു വീഡിയോയിലൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യും, വിന്നറിനെ അനൗൺസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ വിന്നർ ഏതെന്ന് നോക്കിയിട്ട് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കും, നിങ്ങളാണ് വിന്നർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പരിപാടി ആണോ എന്ന് ചോദിച്ചാലല്ല. ഒന്നാമത്തെ കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ, ഈ വീഡിയോയ്ക്കല്ല, എല്ലാ വീഡിയോയ്ക്കും അല്ല. ഓക്കെ, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് 5 വീഡിയോസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. എന്ത് കമൻറ്റ് വേണോ ഇടാം. ഇപ്പം ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കാം, പിന്നെ നല്ല കമൻറ്റ് ഇടണമെങ്കിൽ നല്ല കമൻറ്റ് ഇടാം, ഇമോജി ഇടണമെന്നുണ്ടെങ്കിൽ ഇമോജി ഇടാം, ഒരു പ്രശ്നവും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ ചിലവർക്ക് ഒരു മടിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുത്ത് ഡോട്ടെങ്കിലും ഇട്ടിട്ട് അവിടെ ഒന്നിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 5 വീഡിയോയ്ക്ക് നിങ്ങൾ 5 വീഡിയോ കണ്ടിട്ട് അതിനെ ലൈക്കും ചെയ്യുക, അതിൻ്റെ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ 5 വീഡിയോയ്ക്കും താഴത്തും കറക്റ്റ് കമൻറ്റ് അതേപോലെ ആവർത്തിച്ച്, ഇപ്പോൾ 5 വീഡിയോയ്ക്കകത്ത് ഇപ്പം ഒരു പേര് പറഞ്ഞാൽ അലക്സ് എന്ന് പറയുന്ന ഒരാൾ 5 വീഡിയോയുടെ താഴെയും കറക്റ്റ് സെയിം കമൻറ്റ് തന്നെ ഇട്ടാൽ നല്ലതായിരിക്കും. സെയിം കമൻറ്റ് തന്നെ 5 വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അലക്സ് അതിൽ കയറി കഴിഞ്ഞു. അടുത്ത് രമേശ്, സുമേഷ്, അടുത്ത അബ്ദുൾ, ഇങ്ങനെ ഓരോരുത്തരും ഉദാഹരണം പേര് പറഞ്ഞാൽ ഓരോരുത്തരും എന്ത് ചെയ്യുക, അവർ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യുന്നവരെ നോട്ട് ചെയ്ത് വയ്ക്കും. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വ്യാഴാഴ്ച ഇവരിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമുക്ക് ഗൂഗിൾ പേ വഴിയോ പേടിഎം വഴിയോ ഏത് വഴിയോ എന്ത് ചെയ്യാം, അവർക്ക് ഈ ക്യാഷ് അടച്ച് കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ഗീവ് അവേ. വലിയ ഗീവ് അവേ ഒന്നുമല്ല, സിമ്പിൾ ഗീവ് അവേ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 3 അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഇപ്പം നമ്മുടെ ചാനലിൽ സ്കാമും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഓക്കെ, അതായത് സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വലിയ യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെ 200-300K സബ്ബുള്ള വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, അതായത് മണി ഏൺ ചെയ്യുന്ന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താ പറയാൻ, കുറേ വീഡിയോസ് അവർ ഇടുന്നത് ജെന്യുവിനായിട്ടുണ്ട്. കുറേ വീഡിയോസ് ഫാൾസ് ഇൻഫോർമേഷനാണ് തരുന്നത്. അതായത് നമ്മുടെ പ്രൈവസി, ഡേറ്റ പ്രൈവസിയും കാര്യങ്ങളും എല്ലാം ഒരാൾക്ക് കൊടുത്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏൺ ചെയ്യാൻ പറ്റുന്നുമില്ല. ഓക്കെ, അതായത് നമ്മളൊരു പറ്റിപ്പ്, അവർ ഓരോ ദിവസവും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം. കാരണം അത്രയ്ക്ക് കണ്ടൻറ്റൊന്നും നമുക്ക് ഓൺലൈനായിട്ട് മണി മേക്കിങ്ങിന് വരത്തില്ല. മനസ്സിലായില്ലേ? അതായത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ദിവസം 2 വീഡിയോസൊക്കെ ഇങ്ങനെ ചുമ്മാ ഇടും. ഞാൻ 40,000 കിട്ടി, 47,000 രൂപ കിട്ടി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. വിത്ത് പ്രൂഫ് എന്ന് പറയും, എന്നിട്ട് പ്രൂഫൊന്നും കാണിക്കുകയില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജെനുവിൻ എന്ന് പറയുമ്പോൾ എനിക്ക് പേ ഔട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഞാൻ ഉള്ള സമയത്താണ് ചെയ്യുന്നത്. അപ്പം ജോലി കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു ഷോപ്പിൽ പോകുന്നുണ്ട്, 8 മണിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും വീഡിയോ ചെയ്യുന്നത്. രാത്രി ഒരു 12:30-1 മണി റേഞ്ച് ആവും. പിന്നെ 4 മണിക്ക് അടുത്ത് എണീക്കും. വേറെ ഞാൻ ചാനലുകളുണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ ഈ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത്, അതായത് കുറച്ച് കിട്ടുന്ന സമയത്ത് ഞാനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് കുറേ സംസാരമായിപ്പോയി. ഓക്കെ, ഞാൻ 3 സൈറ്റുകളാണെന്ന് പരിചയപ്പെടുത്താണ്. ഒന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് ആമസോണാണ്. ആമസോണിൻ്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാം. അപ്പോൾ ആമസോണിൻ്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് അവിടെ ഇട്ടിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമസോണിലുള്ള പ്രോഡക്റ്റ് നമ്മൾ വേറെ ഒരാൾക്ക് നമ്മുടേതായിട്ടുള്ള ലിങ്ക്, അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരു ആമസോണിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം എന്ന് വെച്ചു.
അതായത് അല്ലെങ്കിൽ ഒരു മൈക്കോ ഏതെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ലിങ്ക് കിട്ടും. അത് നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഗെറ്റ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് ലിങ്ക് കിട്ടും. ഈ ലിങ്ക് അവർക്ക് കൊടുക്കുക. അവർ ഈ ലിങ്ക് വഴി ആ പ്രോഡക്റ്റ് ബൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആമസോണിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. പ്രോഡക്റ്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോണിക് സെക്ഷനിലുള്ളത് ഒരു കമ്മീഷൻ ഉണ്ടാവും, പിന്നെ ബുക്കും കാര്യങ്ങൾക്കും വേറൊരു കമ്മീഷൻ ഉണ്ടാവും, പിന്നെ ക്ലോത്ത് സെക്ഷന് വേറൊരു കമ്മീഷൻ ഉണ്ടാവും. ഓരോരോ കാറ്റഗറീസ് വെച്ചിട്ടാണ് അതിൻ്റെ കമ്മീഷൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആമസോണിൻ്റെ ഇങ്ങനെ കമ്മീഷൻ നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അടുത്ത് നമുക്ക് രണ്ടാമത്തെ വെബ്സൈറ്റ് മീഷോ ആണ്. മീഷോ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മീഷോയ്ക്കും അഫിലിയേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ മീഷോ അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മീഷോയുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് 15% അവർ ഇത് തരുന്നത്. അതായത് 15% കമ്മീഷൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, 1000 രൂപയുടെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 150 രൂപ കിട്ടും. അതാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ 1000 പ്രോഡക്റ്റ് നമ്മൾ ഒരു 1000 ഉള്ള പ്രോഡക്റ്റിന് 10 പേർക്ക് നമ്മളുടെ വഴി 10 പേര് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 1500 രൂപ കിട്ടി. ഓക്കെ, ഇത് അഫിലിയേറ്റഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് പിൻട്രസ്റ്റ്, രണ്ടാമത്തത് യൂട്യൂബിൻ്റെ ഷോർട്സോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോസോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ്, പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, പിന്നെ ഫേസ്ബുക്കിൻ്റെ പേജ്. ഓക്കെ, ഫേസ്ബുക്കിൽ പേജ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ അവരുടെ ഇപ്പോൾ സാരി ആയാലും എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നത് ഗേൾസാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഗേൾസായിട്ടുള്ളവർക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാം എന്താണ് അവർ വാങ്ങുന്നതെന്ന്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്യാൻവയിൽ ചെന്നതിന് ശേഷം ഒരു ഫേസ്ബുക്കിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോസ്റ്ററോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്ററോ ഒന്ന് ക്യാൻവയിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. ആ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഈ മീഷോയ്ക്കകത്ത് കാണുന്ന ഡ്രസ്സിനെ എടുത്തിട്ട് ക്യാൻവയിലോട്ടിട്ട് അതിലൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് ഈ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ ഒരു കമൻറ്റ് സെക്ഷനിലോ വല്ലതും നിങ്ങളുടെ ലിങ്ക് പുട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതുവഴി ആൾക്കാർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെയാണ് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം സിമ്പിളൊന്നുമല്ല, കാരണം നമ്മളൊരു 2 മാസം വർക്ക് ചെയ്താലും ചിലപ്പോൾ ഒരാളെങ്കിലും ആയിരിക്കും വാങ്ങുന്നത്. ഞാൻ ആമസോണിൻ്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ചെയ്തിട്ട് എനിക്ക് ക്ലിക്ക് കിട്ടുന്നുണ്ട്. അതായത് ആൾക്കാർ എൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും ബൈ ചെയ്തിട്ടില്ല, പ്രോഡക്റ്റ് ബൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് മീഷോ. ഇത് രണ്ടാമത്തതാണ്. അടുത്ത മൂന്നാമതായിട്ടുള്ളത് ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്, അഫിലിയേറ്റഡ് പ്രോഗ്രാം. അപ്പോൾ ഈ ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിന് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹയസ്റ്റ് പേ ഔട്ട് തരുന്നത് ഇവരാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ആമസോണിനെയും മീഷോനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പേ ഔട്ട് തരുന്നത് ഇവരാണ്. നമുക്ക് എത്ര $10 ആയിരിക്കാം ചിലപ്പോൾ ഈൺ അപ് ടു 150 പെർ സെയിലെന്ന്. അത് അത്രയും കിട്ടുന്നില്ല. പക്ഷേ എന്താ നമ്മുടെ ക്വാളിറ്റി പ്രോഡക്റ്റ്സ്, അതായത് അവർ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് തരും. അതിപ്പോൾ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് പെറ്റ്സിനെ കുറിച്ചിട്ടുള്ള ചാനൽ ചെയ്യുവാണ്, നമ്മൾ ഇന്ത്യ വിട്ടിട്ടുള്ള കളിയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, പെറ്റ്സിൻ്റെ ചാനൽ ചെയ്യുവാണ്. അപ്പോൾ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രോഡക്ട്സുകളുണ്ട്. ഇങ്ങനെ അതിൻ്റെ ബോഡിയൊക്കെ വലുതാക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്, ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഏത് കാറ്റഗറീസിലുള്ള പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ ഒരു പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, പിൻട്രസ്റ്റ് അതുപോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതുവഴി മേടിച്ചാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഒരു $10 എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു 600-650 ആ റേഞ്ച് ആയിരിക്കാം. അത് മാറി നിൽക്കുമല്ലോ, എനിക്കറിയില്ല, ഞാൻ ഒരു ഊഹം പറഞ്ഞാൽ 650-700 രൂപ ഒറ്റ സെയിലിൽ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ബാങ്ക് വഴി നമുക്ക് ഒരു അഫിലിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ഇതിലൊന്നും അടയ്ക്കേണ്ട എന്നുള്ളതാണ്. ഇത് 3 സൈറ്റും, ഈ 3 സൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരു പൈസയും നിങ്ങൾ ആദ്യമായിട്ട് ഒന്നും കൊടുക്കേണ്ട വേണ്ട. അതായത് നിങ്ങൾ നമ്മൾ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർ ലിങ്ക് തരുന്നു, ആ ലിങ്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, അതുവഴി ആരെങ്കിലും മേടിച്ചാൽ നമുക്ക് കമ്മീഷൻ തരുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ ഒരു കട്ടിങ്ങോ അല്ലാതെ അവരവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് കമ്മീഷൻ തരുക ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റാണ്. പിന്നെ നമുക്കൊരു പേ ഔട്ടും കൊടുക്കേണ്ട കാര്യമില്ല, അവർ കൃത്യമായിട്ട് പേ ഔട്ട് നമുക്ക് തന്നോളും. അപ്പം ഇത് 3 ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആമസോണിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മീഷോയുടെ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മീഷോയുടെ നിങ്ങൾ ഗൂഗിളിൽ പോയതിന് ശേഷം മീഷോ അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ INRDLS.com എന്ന് പറയുന്ന സൈറ്റിലാണ് അവരുടെ അഫിലിയേറ്റഡ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ
രജിസ്റ്റർ ഫോർ ദിസ് അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്നുണ്ടാവും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത്. അതുപോലെ ക്ലിക്ക് ബാങ്കിലും അതുപോലെ തന്നെയാണ്, സ്റ്റാർട്ട് ഹിയർ എന്നുള്ളതോ അല്ലെങ്കിൽ ബിക്കം ആൻ അഫിലിയേറ്റഡ് clickbank.com എന്ന് സെർച്ച് ചെയ്യുക, ബിക്കം ആൻ അഫിലിയേറ്റഡ് കൊടുക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അഫിലിയേറ്ററായിട്ട് പ്രവർത്തിക്കുക. അതിൻ്റെ അകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് അവർ കാണിച്ചിരുന്നു, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത വീഡിയോസാണ്. അത് എങ്ങനെ ചെയ്യണം, എത്ര പേര് ഇതുപോലെ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്. കാരണം ഇത് നല്ല പഴക്കം കൂടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ഈ അഫിലിയേറ്റഡ് പ്ലാറ്റ്ഫോമിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്നേ കാണുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ടിട്ട് എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.